മൂന്ന് ശബ്ദങ്ങൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അതിലെ ഒന്നാമത്തെ ശബ്ദം എന്തെന്നറിയുമോ? ഖുർആൻ ഓതുന്ന ശബ്ദമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖുർആൻ ഓതുന്ന ശബ്ദം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖുർആൻ ഓതേണ്ട മാസമാണ്, ഖത്തം തീർക്കേണ്ട മാസമാണ്, ഖുർആനുമായിട്ട് എടുക്കേണ്ട മാസമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുന്നവരോട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, നിസ്കാര റൂമിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന, അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്നിട്ട് ഖത്തം ഓതുന്ന എന്റെ പ്രിയപ്പെട്ടവര്, ഖുർആൻ ഓതുന്ന ശബ്ദം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമാണ്. രണ്ടാമത്തെ ശബ്ദം ഏതെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ ദിക്ർ പറയുന്ന ശബ്ദമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതെല്ലാ ദിക്റുകളാണല്ലോ, ഇതിന്റെ മഹത്വം നമുക്കറിയുമല്ലോ. അതുകൊണ്ട് റമളാനിൽ ദിക്ർ പറഞ്ഞു, ആ ശബ്ദവും അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. മൂന്നാമത്തെ ശബ്ദം എന്തെന്നറിയുമോ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഇസ്തിഗ്ഫാർ പറയുന്നത്, ഇസ്തിഗ്ഫാർ പറയുന്നത് അല്ലാഹുവേ, ആ ശബ്ദം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങള്, ഇസ്തിഗ്ഫാർ, ഒരൊറ്റ അസ്തഗ്ഫിറുല്ലാഹ് പതിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ അല്ലാഹുവേ തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യമാണ്. അതുകൊണ്ടാണല്ലോ റമളാനിന്റെ 30 ദിവസം നമ്മൾ ദുആ ചെയ്യുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. ഈ ദുആ മറക്കരുത്. ഈ നാല് കാര്യം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ഈ നാല് കാര്യം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ഷഹാദത്ത് കലിമ പറയുന്നത് പടച്ചവന് വല്ലാത്ത ഇഷ്ടമാണ്. അത് മീസാൻ എന്ന താർസാസിലെ ഭാരമുള്ള വസ്തുവാണ്. രണ്ട്, അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ പടച്ചവന് വല്ലാത്ത ഇഷ്ടമാ. പാപം ചെയ്ത അടിമ പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നത് വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചവനെ, ഞാൻ കള്ളു കുടിച്ചു പുറത്തു തരണേ, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസവും കുടിച്ചു, ഒന്നും പശ്ചാത്തപിച്ചു, പിന്നെയും ചെയ്തു, പിന്നെയും പശ്ചാത്തപിച്ചു, പിന്നെയും ചെയ്തു, പിന്നെയും പശ്ചാത്തപിച്ചു. അല്ലാഹുവിന് നിന്നോട് വെറുപ്പില്ല, സ്നേഹം കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്ന്, അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗം തരണേ അല്ലാഹ്, എനിക്ക് സ്വർഗ്ഗം തരണേ അല്ലാഹ്. എപ്പോഴും ചോദിക്കണം ചെറുപ്പക്കാരാ, എപ്പോഴും ചോദിക്കണം, പിശുക്ക് കാണിക്കാൻ പാടില്ല. ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും നീ അവിടെ നിന്ന് ചോദിക്കണം, അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗം തരണേ. എങ്കിലും നിനക്ക് സ്വർഗ്ഗം ഉറപ്പാടാ, നിനക്ക് സ്വർഗ്ഗം ഉറപ്പാ. 4, വഅഊദു ബിക മിനൻ നാർ. നരകത്തിനെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഈ 4 കാര്യം റമളാനിന് മറക്കാതെ പറയടേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഖുർആൻ ഓതുന്ന സമയത്ത് നേരെ ചൊവ്വയിരുന്ന് ഖുർആൻ ഓതണേ. ഒരു മനുഷ്യനിരുന്ന് ഖുർആൻ ഓതുമ്പോ കാണാൻ ആളുണ്ടാകണമെന്നില്ല. ഈ വീടിന്റെ അകത്ത് ഒറ്റയ്ക്കിരുന്നാണ്, പള്ളിക്കകത്ത് ആളില്ലാത്ത സമയത്താണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മനുഷ്യന് ഖുർആൻ ഓതുമ്പോ ആ മനുഷ്യന്റെ ചുറ്റുഭാഗം മുഴുവനും മലക്കുകൾ വന്നിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഖുർആൻ ഓതുന്നത് കേൾക്കാം, ഖുർആൻ ഓതുന്നത് കേൾക്കാം. അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാണ്, പടച്ചവന്റെ മലക്ക് വന്നിരുന്ന് കേൾക്കുകയാണ്. 2 റമദാനിൽ ഖുർആൻ ഓതുന്ന പെണ്ണ്, റമദാനിൽ ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരാ, ഓതുന്നത് കേൾക്കാനും മലക്കുകളുണ്ട്. 2 ആ മലക്കുകൾ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിന്റെ നെറ്റിത്തടത്തിലെ ചുംബിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകൾ നിന്നെ ചുംബിക്കുന്നുണ്ട്, അവര് നിന്നെ മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്, അവര് നിനക്ക് മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്. 3 ആ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പരിശുദ്ധമായ റമളാൻ മാസത്തില് എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടി ഇവിടെ അല്ലാഹുവിന്റെ ഖുർആൻ ചുമക്കുന്ന, ഖുർആൻ പഠിക്കുന്ന 80-ൽ പരം മക്കളുണ്ടല്ലോ. നാടും വീടും വിട്ടിട്ട് അവരിവിടെ വന്ന് തറയിൽ കിടക്കുന്നത് പടച്ചവനെ ഖുർആൻ പഠിക്കാനുള്ള മോഹം കൊണ്ടാണ്. അല്ലാഹുവേ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഭക്ഷണമാണ് അവര് കഴിക്കുന്നത്. അവർക്ക് മനോഹരമായ വീട്ടില് അവർക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. പക്ഷേ അതെല്ലാം കളന്നിട്ട് ഇവിടെ വന്ന് കിടക്കുന്നവരാ. ഈ മക്കളെ നിങ്ങൾ മറക്കരുത്. ഈ മക്കളാണ് ഈ നാടിന്റെ ഐശ്വര്യം. ഈ ഖുർആൻ പഠിക്കുന്ന മക്കളുടെ ദുആയിക്ക് ഇജാബത്തുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനിവിടെ നിന്ന് പിരിയുകയാണ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, നബി അവിടെ നിന്ന് പറയുകയാണ്. അവിടെ നിന്ന് പറഞ്ഞതെന്നറിയുമോ? മബ്റൂറായ ഹജ്ജിന് അതാ സ്വർഗമാണ് പ്രതിഫലം. സഹാബികൾ ചോദിക്കുന്നു, നബിയേ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വിശദീകരണത്തിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന് മുതഇമുൽ ജിയാർ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അതാണ് മബ്റൂറായ ഹജ്ജ്. അതിന്റെ വിശദീകരണത്തിൽ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന, നാടും വീടും വിട്ട് ചുപ്പയും തൊപ്പിയും ധരിച്ചുകൊണ്ട് ഖുർആൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ മക്കളുണ്ടല്ലോ, ഈ മക്കൾക്ക് നിങ്ങൾ ആരെങ്കിലും കഴിക്കാൻ ഭക്ഷണം കൊടുത്താ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ്, നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖാണ്, ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖാണ്. സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലൊന്ന് ചുംബിച്ചാൽ സർവ്വ പാവങ്ങളും പൊറുക്കുന്ന കല്ലാ. ആഗ്രഹമില്ലേ വാപ്പാ, ആഗ്രഹമില്ലേ പെങ്ങള്? ചുംബിക്കാൻ പറ്റിയില്ലെങ്കിലും നിനക്കൊന്ന് തൊടാൻ കൊതിയില്ലേ? കഅബാലയത്തിന്റെ കില്ല പിടിക്കണ്ടേ? മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ച് ദുആ ചെയ്യണ്ടേ? ഹിജ്റ ഇസ്മായിൽ അകത്ത് കയറി നിസ്കരിക്കണ്ടേ? സ്വർണ്ണ പാത്തിയുടെ താഴെ നിന്ന് ദുആ ചെയ്യണ്ടേ? സംസം വെള്ളം സ്വന്തം കൈകൊണ്ട് കോരി കുടിക്കണ്ടേ? സഫായിലും മർവായിലും പോയി ദുആ ചെയ്യണ്ടേ? ജന്നത്തുൽ ബഖിയ കാണണ്ടേ? മുത്തുനബിയുടെ റൗള കാണണ്ടേ? ദുനിയാവിലെ രണ്ടാമത്തെ സ്വർഗ്ഗത്തിൽ പോയി ദുആ ചെയ്യണ്ടേ? മുത്തുനബിയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്ത മൻസാറ കബരി വജബത് ലഹു ശഫാഅത്തി. എന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നവര് നാളെ എന്റെ ശഫാഅത്തുണ്ടെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക്, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്ന്, ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരിക്കുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ അതിഥിയാകോ, അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് പോകാ. 2 അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് ഹലാലായ ഭക്ഷണം മതി, ഹറാമായ ഒരു തന്റെയും 5 പൈസ ഇവർക്ക് വേണ്ട. കാരണം ഇവര് ഖുർആൻ ചുമക്കുന്ന മക്കളാ. അതുകൊണ്ട് പെങ്ങള്, ഇന്ന് ഈ മക്കൾക്ക് അന്നം കൊടുക്കാതെ തീരുമാനിച്ച അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം 2 ഒരു നല്ല ജീവിതമാ, സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതമാണ്. പടച്ചവരെ, എന്റെ ഭർത്താവൊന്ന് നന്നായിരുന്നെങ്കിലോ, എന്റെ ഭാര്യയൊന്ന് നന്നായിരുന്നെങ്കിലോ, എന്റെ മക്കളൊന്ന് നന്നായിരുന്നെങ്കിലോ. ഇത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ലല്ലോ. നന്നാകണമെന്ന് അവർക്ക് തോന്നണമല്ലോ. റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ഭർത്താക്കന്മാര്, നോമ്പ് പിടിക്കാത്ത ഭർത്താക്കന്മാര്, നിസ്കരിക്കാത്ത മക്കള്, ഇങ്ങനെയുള്ള കുടുംബം വല്ലാത്ത നരകമാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് അന്നം കൊടുത്താ 2 അല്ലാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം, നിനക്ക് റബ്ബ് സമാധാനമുള്ള ഒരു ജീവിതം തരികയാണ്, സമാധാനമുള്ള ജീവിതം തരികയാണ്. 3 والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. ഇത് അല്ലാഹുവാ പറഞ്ഞത്, ഇത് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. 3ാമത്തെ പ്രതിഫലം എന്താ? ഈ നോമ്പ് പിടിച്ച് നട്ടുച്ച സമയത്ത് ഇവിടെ ഇരുന്ന് കൊണ്ട് ഖുർആൻ പഠിച്ച മക്കൾക്ക് ഒരു ദിവസമെങ്കിലും കഴിക്കാൻ ഭക്ഷണം കൊടുക്കുമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഇന്ന് നീ വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ വീട് കാണാ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ മലക്കുകള്, അല്ലാഹുവിന്റെ മലക്കുകള് ഇന്ന് നിന്റെ വീട് സന്ദർശിക്കും പെങ്ങള്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് കാണാ മലക്ക് വന്നതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ വീട് കാണുന്നതിന് വേണ്ടി പടച്ച റബ്ബിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. 4ാമത്തെ പ്രതിഫലം എന്താ? 4ാമത്തെ പ്രതിഫലം എന്താ? മരിക്കുമ്പോ സ്വർഗം കാണണോ? ഒരു നല്ല മരണം വേണോ? ചിരിച്ചുകൊണ്ട് കിടക്കണോ? കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കണോ? ഒരു നല്ല മരണവാ. വഅബ്ശിറൂ ബിൽ ജന്നാ. മരിക്കുമ്പോ സ്വർഗം കാണാനുള്ള ഭാഗ്യവാ. മലക്കുകൾ പറയുന്ന പെണ്ണ്, ആ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്ത പെണ്ണ് നോക്കടി. വഅബ്ശിറൂ ബിൽ ജന്നാ. ഇതാണ് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം. ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം. നോക്കടാ ചെറുപ്പക്കാരാ, നോക്കു വാപ്പാ, ഇതാ നീ കൊടുത്തതിന്റെ പ്രതിഫലം. അല്ലാഹുവിന്റെ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ. പ്രതിഫലം എന്തെന്നറിയുമോ? 6ാമത്തെ പ്രതിഫലം എന്തേ? പള്ളിപ്പറമ്പിൽ പുഴുത്തു നാറാതെ കിടക്കാ. പടച്ചവനെ, അതാ പ്രവാചകന്മാര് കിടക്കുന്നത് പോലെ, അമ്പിയാക്കന്മാര് കിടക്കുന്നത് പോലെ, ബദരീങ്ങൾ കിടക്കുന്നത് പോലെ, സുഹദാക്കൾ കിടക്കുന്നത് പോലെ, ഹാഫിളീങ്ങൾ കിടക്കുന്നത് പോലെ, ആലിമീങ്ങൾ കിടക്കുന്നത് പോലെ, അല്ലാഹു ഇഷ്ടപ്പെട്ടവര് കിടക്കുന്നത് പോലെ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അറിയുമല്ലോ. ഖദീജ ബീവിയെ മണ്ണ് തിന്നില്ല. അതിന്റെ കാരണം പറഞ്ഞത് സദഖ കൊടുത്തത് കൊണ്ടാ. മണ്ണ് തിന്നാത്ത മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വാപ്പാ ഖബർസ്ഥാനിൽ കിടക്കാ.
കൊടുത്തു നാറാതെ കിടക്കാ, പുഴുക്കള് തിന്നാതെ കിടക്കാ. അതിനകത്ത് പാമ്പുകളും തേളുകളുമാണല്ലോ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേസന് വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. അല്ലാഹുവേ, പുഴുക്കൾ തിന്നാതെ മണ്ണ് തിന്നാതെ ഖബറിന്റെ അകത്ത് കിടക്കാറുള്ള ഭാഗ്യവാ. രണ്ട് പ്രതിഫലം കൂടെ പറയാ, രണ്ട് പ്രതിഫലം കൂടെ പറയാ. വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. കരിങ്കല്ലത്താടി പള്ളിയുടെ ഖബർസാലിലുമ്പോ നാളെ ജനങ്ങൾ മുഴുവനും പരലോകത്തേക്ക് കടന്നു പോകുന്ന ദിവസം അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഒരു ദിവസമെങ്കിലും അന്നം കൊടുത്ത വാപ്പാ ചിറകു വെച്ച് പറക്കുകയാ. അല്ലാഹുവിന്റെ കോടതിയിലൂടെ അതാ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ വേദന പോലും അറിയാത്ത മുടി നരച്ചു പോകുന്ന ഒരു ചാൺമുകളിൽ സൂര്യൻ നിൽക്കുന്ന പടച്ചറപ്പിന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറവകളെ പോലെ പറന്ന് പറന്ന് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലെത്തുമ്പോ അവിടെ നിൽക്കുന്ന മലക്ക് ചോദിക്കുന്നു, പെണ്ണെ ആരാ? ഹൽ റഅയ്തു ഹിസാബ് ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? പെട്ടെന്നതിന്റെ വിചാരണ കഴിഞ്ഞു. സിറാത്ത് താണ്ടിയിട്ടാണോ? നരകം താണ്ടിയിട്ടാണോ? പറന്നു വരുന്നല്ലോ ഉമ്മ. പെങ്ങളെ, നിനക്കല്ല തരുന്നതാണ്. ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലകാഹു നദറതൻ വസുറൂറാ. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ് അവസാനത്തെ പ്രതിഫലം. പടച്ച റബ്ബിനെ കാണാനുള്ള ഭാഗ്യമാണ്, കാണാനുള്ള ഭാഗ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവര്, അല്ലാഹുവേ പടച്ചവര്, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സയ്യിദവറുകൾ കടന്നു വന്നു, സയ്യിദവറുകൾ കടന്നു വന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. എല്ലാവരും സയ്യിദവറുകൾ വന്നു. ഇൻഷാ അല്ലാഹ് ഇനി ദുആഇന്റെ സമയമാണ്. ഇൻഷാ അല്ലാഹ് ആരും മുസാഫഹത്തൊക്കെ ചെയ്യണം നല്ലതാ, പക്ഷെ അവരെ കൈ പിടിച്ച് ബുദ്ധിമുട്ടിച്ച് അത് അതബുകേടാ. അതബുകേട് വാങ്ങി വെച്ച ആക്കിബത്ത് മോശമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവർക്ക് സന്തോഷത്തോടെ എല്ലാവരും ഒതുങ്ങിക്കൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലം അല്ലാഹു ഞങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വിട്ടേരെ, കൈ പിടിച്ച് ബുദ്ധിമുട്ടിക്കല്ലേപ്പാ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എല്ലാവരും പെണ്ണുങ്ങളൊക്കെ ഇരിക്കും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഇരിക്കും. ഞാൻ നിർത്തുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് എത്ര പ്രതിഫലം? 8 പ്രതിഫലം ഞാൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് ഈ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുത്തിയിട്ട് വാഴ ശരിയല്ല. ഞാൻ നിർത്താം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ പ്രതിഫലം ഒന്നുകൂടെ കേട്ടോ. ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരും. 2, അള്ളാഹു നിങ്ങൾക്ക് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം തരും. ഭാര്യ നന്നാകും, ഭർത്താവ് നന്നാകും, മക്കൾ നന്നാകും. 3 എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 4ാമത്തെ പ്രതിഫലം, മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിക്കാം. മരിക്കുന്ന സമയത്ത് ഈ കൊടുക്കുന്നതിന്റെ പ്രതിഫലം കണ്ടിട്ട്
കണ്ടിട്ട് മരിക്കാം. 5 ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ച മണ്ണ് തിന്നൂല, പുഴുക്കൾ തിന്നൂല. ആറാമത്തെ പ്രതിഫലം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകാം. അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകുമാറാകട്ടെ. 7ാമത്തെ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ പോയി അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.